നന്ദകിഷോർ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ഋഷഭ എന്ന ചിത്രം. ഋഷഭ എന്ന ചിത്രത്തിൻ്റെ ഇതിൻ്റെ കഥയും അതിൻ്റെ ടീഫറൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലാലേട്ട സിനിമ എന്നും കാണുന്ന പോലെ നമ്മൾ കാണുന്നു. മലയാളികൾ എന്തെന്നും മാത്രം ഉൾക്കൊള്ളും എന്നുള്ളത് സംശയകരമാണ്. കാരണം തിയേറ്ററിലെ റെസ്പോൺസും അതുപോലെ പ്രീഫെയിലും ഒക്കെ നോക്കുമ്പം നമുക്ക് മോഹൻലാൽ ആരാധകർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് 100% ഉറപ്പാണ്. പക്ഷേ അന്യഭാഷയിൽ ഇതെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ബാലകൃഷ്ണയുടെയും ഇതിലും എത്രയോ ചിത്രങ്ങൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ് അന്യഭാഷക്കാർ. നന്ദകിഷോർ എന്ന് പറയുന്ന സംവിധായകൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ എന്ന് പറയുന്ന നായകനെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലൂടെയാണ് ലാലേട്ടനെ കണ്ടെത്തുന്നതും. ഇമോഷനും അതുപോലെ ആക്ഷനും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നടനെ തിരക്കിയുള്ള ആ ഇതിലാണ് ലാലേട്ടനെ കണ്ടുമുട്ടുന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ എനിക്ക് ഒരഭിപ്രായമുണ്ട്. തെലുങ്കിലോ കന്നഡയിലോ ഹിന്ദിയിലോ ഒക്കെ ലാലേട്ടൻ അഭിനയിച്ചിട്ട് അതിൻ്റെ മലയാളം പതിപ്പ് വേണ്ട. കാരണം ആ ഭാഷയിലും ലാലേട്ടനെ ഇഷ്ടമുള്ളവർ ആ ഭാഷയെ കാണട്ടെ, അതാണ് താല്പര്യം. കാരണം ഇത് മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പം മലയാളത്തിലെ ലാലേട്ടൻ നമ്മുടെ ഇങ്ങനെ അല്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അത് ഞാൻ പല വീഡിയോയ്ക്കതും പറഞ്ഞിട്ടുണ്ട്. മലയാളികൾ ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന രീതി അല്ല ഇതല്ല. ഇതിൻ്റെ കഥയൊക്കെ നമ്മൾ നോക്കുമ്പോൾ കർമ്മ, പുനർജന്മം, ശാപം, പ്രതികാരം, ഇതൊക്കെ നമ്മൾ പണ്ട് എനിക്ക് തോന്നുന്നു അമർ ചിത്രങ്ങളിലൊക്കെ കണ്ട കഥ. ഒരു അമർ ചിത്ര കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കാമെന്ന് തോന്നുന്നു. ചിലവർക്ക് പെട്ടെന്ന് ലിങ്കാവും. പക്ഷേ ഈ കാലഘട്ടത്തിൽ മലയാളികൾക്ക് ഇങ്ങനെ മാത്രം ലിങ്കാകും എന്നുള്ളത് സംശയകരം. ഈ കഥ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ശിവഭക്തന്മാർ, അത് തെലുങ്ക് സിനിമയിലെ സ്ഥിരം ഒരു പരിപാടിയാണ്. ശിവഭക്തന്മാരുടെ കഥയായിരിക്കും. കണ്ണപ്പ ഈ ശിവഭക്തൻ്റെയും അതുപോലെ ബാഹുബലി ആയാലും എല്ലാം ശിവഭക്തന്മാരുടെ കഥയാണ്. അവർക്ക് ഇത്രയും ശിവഭക്ത കഥകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അത് ലോജിക്കാണെന്ന് തോന്നുന്നു. അവരുടെ മിത്തുകളിലെല്ലാം ശിവഭക്തന്മാരുടെ കഥയായിരിക്കും പറയുന്നത്. അങ്ങനെ ഋഷഭ സാമ്രാജ്യത്തിലെ മഹാരാജ ഋഷഭ ഒരു ശത്രുവുമായിട്ടുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഒരു ശിശുഹത്യ ചെയ്യാനിടയാകുന്നു. ആ ശിശുവിൻ്റെ മാതാവ് ശപിക്കുന്നു. മകനുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ ആ ജന്മത്തിൽ തന്നെ മകനാണല്ലോ ശത്രു. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് ഈ ജന്മത്തിൽ മകനായിട്ട് ജനിക്കുന്നു എന്നുള്ളൊരു മിത്തുണ്ട്, അല്ലെങ്കിൽ ഒരു ഐതിഹ്യമുണ്ട്. അതിൽ നിന്ന് വികസിപ്പിച്ചെടുത്തൊരു കഥ തന്നെ. അപ്പോൾ ഈ സമയത്ത് വജ്രവ്യാപാരിയായ ആദിദേവവർമ്മ, അദ്ദേഹം മികച്ച രീതിയിൽ മകനും അച്ഛനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിലൂടെ താമസിക്കുന്നിടയിലാണ് അദ്ദേഹത്തെ പല സ്വപ്നങ്ങൾ കണ്ട് അത് ഒരിക്കലും കാണരുത് എന്നാഗ്രഹിക്കുന്ന പല സ്വപ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കും. അതിൻ്റെ മിത്ത് കയറി അതിൻ്റെ അതെന്താണെന്നറിയാൻ വേണ്ടി മകനും അച്ഛനും ഒക്കെ സഞ്ചരിക്കുന്നതാണ് കഥയുടെ ഒരു അനേകം ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട്. ആക്ഷനും സെൻറ്റിമെൻറ്റ്സും അതുപോലെ എല്ലാം ഇതിനകത്ത് സമന്വയിച്ചാണ് ഈ തിരക്കഥ ഉണ്ടായിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ലാലേട്ടൻ എന്ന് പറയുന്ന മഹാനടനിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന്. അത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പഴയ രാജപാട്ട് നാടകങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണ ശകലങ്ങളും അയഞ്ഞ തിരക്കഥയൊക്കെ ഈ ചിത്രത്തെ പ്രതികൂലമായി ഇത്തിരി ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചരിത്ര നാടകങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗ് പ്രസൻറ്റേഷൻ ഇതൊക്കെ ഒഴിവാക്കി അല്പം കൂടെ സ്പീഡിൽ വേഗത്തിൽ ചിന്തിച്ചിരുന്നെങ്കിൽ മികച്ച ഒരു ചിത്രമാക്കി മാറ്റാമെന്ന്. ഗ്രാഫിക്കും കൂടെ നല്ലതായിരിക്കണം. ഗ്രാഫിക്സും ഒക്കെ എങ്കിലേ ഒരു നല്ല തിരക്കഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് മികച്ച ഒരു ചിത്രമാക്കി മാറ്റാൻ പറ്റിയെന്നെ. എനിക്ക് തോന്നി ചിത്രത്തിലെ ലാലേട്ടൻ്റെ അഭിനയം എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇമോഷൻ രംഗങ്ങളിലൊക്കെ ലാലേട്ടൻ്റെ കണ്ണുകളിൽ വിരിയുന്ന ആ ഇമോഷൻ ഒരു നോട്ടത്തിലൂടെ ലാലേട്ടൻ നമ്മളെ കാണിച്ചു തരില്ല. അതൊക്കെ
സീനിൻ്റെ പല ഭാഗത്തും നമ്മൾ കാണും. ചില സീന് കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പം അടുത്ത സീൻ കൊടൂരവധമായി മാറും. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് ചില സമയത്ത് ഇത് കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത സീൻ വരുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ആ രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ. അതാണ് പറഞ്ഞത്, കെട്ടുറപ്പുള്ള ഒരു തിരക്കഥയില്ല ഈ ചിത്രത്തിൽ. അതുപോലെ തന്നെ ഈ പല സംഭവങ്ങളുണ്ട്. ചില സംഭവങ്ങൾ വന്നു കഴിയുമ്പോൾ അതെന്തുകൊണ്ട് എന്ന് സാധൂകരിക്കുന്ന ഒരു കെട്ടുറപ്പുള്ള തിരക്കഥ ഇല്ലാതെ പോയതും ഇതിന് കല്ലുകടിയാകുന്നുണ്ട്. ഈ ചിത്രം 2 മണിക്കൂർ ചിലനേ ഉള്ളൂ. പക്ഷേ ചിത്രത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ചിത്രത്തിന് ലാലേട്ടനെ പ്രധാനപ്പെട്ട റോളിലാണ് ഇത് കൊണ്ടുവരുന്നത്. എനിക്ക് ഈ ചിത്രം കണ്ടപ്പോൾ തോന്നിയത് തിരക്കഥയുടെ അഭാവം, ഒരു ദുർബലമായ തിരക്കഥ. ആ തിരക്കഥ ലാലേട്ടൻ ആ ചരിഞ്ഞ റോളിൽ താങ്ങി നിർത്തേണ്ട അവസ്ഥ, അതാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. ലാലേട്ടൻ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എടുക്കുമ്പം നമ്മളെ സംബന്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ലാലേട്ടൻ ചിത്രത്തിന് പ്രീഫെയിലൊക്കെ ഏത് ലെവൽ വരും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ ഈ ചിത്രത്തിൽ പ്രീഫെയിലോ 1 മണിക്കൂർ ബുക്കിങ്ങിൽ പോലും വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഈ ലാലേട്ടൻ ചിത്രത്തെപ്പറ്റി ആരാധകർക്ക് അത്രേ പ്രതീക്ഷയുള്ളായിരുന്നു. അത് നിരന്തരമായി ലാലേട്ടൻ അന്യഭാഷയിലൊക്കെ പോയി അഭിനയിച്ച് നമുക്ക് ഇത്രയൊക്കെ വരുത്തുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പിന്നെ പടം പോയി കണ്ടതിന് ശേഷം ഇതൊരു നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിക്കുവാണെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്ന് പറയാൻ പറ്റും. ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു നോർമലായിട്ട് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ തന്നെ ഈ ചിത്രത്തിൽ എടുത്തു വെച്ചു എന്ന് തോന്നുന്നു. ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിവ്യൂ ഒക്കെ പല റിവ്യൂകളും പല ആൾക്കാരും ഒക്കെ പറയുന്നത് കേട്ടു, കൊടൂരവധം, മറ്റേ വധം, മറിച്ചേ വധം എന്നൊക്കെ. അപ്പം പിന്നെ ലാലേട്ടൻ്റെ ഏതെങ്കിലും ഒരു വീഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പല യൂട്യൂബ് ചാനലുകളും ഉണ്ട്. അത് നമുക്കറിയാം, പറയാതെ തന്നെ അവരൊക്കെ എടുത്തിട്ട് അലക്കുന്നേ ഉള്ളൂ. അവരലക്കിക്കോട്ടെ, അതൊന്നും ഇല്ല. പക്ഷെ അത്രമേൽ അലക്കാനുള്ള സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. സാമാന്യം ഭേദപ്പെട്ട ആളുകൾ, മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അന്യഭാഷയിൽ ഇത് എന്തുമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ തെലുങ്കിലൊക്കെ റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ കുഴപ്പമില്ലാത്ത രീതി ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായിട്ട് അവർ വിലയിരുത്തുന്നുള്ളൂ. അതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷേ മലയാളി എന്ന നിലയിൽ നമുക്ക് ലാലേട്ടനെ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ അല്ല ലാലേട്ടനെ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പിന്നെ ലാലേട്ടൻ്റെ വിമർശകർക്ക് അല്പനേരം സന്തോഷിക്കാനുള്ള വക ഈ ചിത്രം കൊടുക്കുന്നുണ്ട്. കഴിയുന്നത് ഇങ്ങനെയുള്ള ചിത്രങ്ങളിൽ നിന്ന് ലാലേട്ടൻ ഒഴിവാകുന്നതാണ് സത്യം പറഞ്ഞത് നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞിൽ അഭിനയിക്കുന്നോ കന്നഡയിൽ അഭിനയിക്കുന്നോ ആ ചിത്രം മതിയെന്നേ, ഡബ്ബിങ് ഒന്നും വേണ്ട. ഇത് മലയാളത്തിലും കൂടെ ഡബ്ബിങ് ചെയ്ത് കഴിയുമ്പോൾ വളരെയധികം നാടകീയമായി മാറും. പഴയ ബാലയൊക്കെ അനുസ്മരിക്കുന്ന ഈ സംഭാഷണ ശകലങ്ങളൊന്നും നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് ലിങ്കാവും പാടാം. അതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ. അപ്പം കാത്തിരിക്കാം, നമ്മൾ പ്രതീക്ഷിച്ചതുപോലൊക്കെ തന്നെയാണിത്. ഏതായാലും ചിത്രം പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.